ഹായ് എവ്രി വൺ, ഒരു ഗ്രേറ്റ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് Xylem IELTS OET PT TOEFLന്റെ ലോഞ്ചിങ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള ഫ്രീ ക്ലാസ്സസുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഡെയിലി IELTSൻ്റെയും OETയുടെയും PTയുടെയും ഫ്രീ ക്ലാസ്സസ് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തേത് IELTS ക്ലാസ്സാണ്. ഈ ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മളുടെ ഒരു ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ചാനലിലേക്കുള്ളതാണ്. അതിൽ ജോയിൻ ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് മാത്രമല്ല, നോട്ട്സ്, പ്രാക്ടീസ് മെറ്റീരിയൽസ് ആൻഡ് ക്വസ്റ്റ്യൻസ്, അതർ റിസോഴ്സസ് എല്ലാം കിട്ടും. ഇന്ന് നമുക്ക് IELTS എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, യൂറോപ്പ്, USA, UK പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിക്കുന്ന ടെസ്റ്റ് ചിലപ്പോൾ IELTS ടെസ്റ്റ് ആയിരിക്കും അല്ലേ? IELTS ടെസ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ്. ഇതൊരു പ്രൊഫഷ്യൻസി ടെസ്റ്റാണ്. ഒരു പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്കിൽ സെറ്റ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ലെവലിലുള്ള സ്കില്ലുള്ള ആളാണെന്ന് മെഷർ ചെയ്യാണ് ഒരു പ്രൊഫഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കിൽസ് മെഷർ ചെയ്യലാണ്. അതുപോലെ ഒരു ടെസ്റ്റാണ് IELTS. IELTS പോലെ വേറെയും ടെസ്റ്റുകളുണ്ട്. ഡുവോലിംഗോ ഉണ്ട്, OET, PT, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. IELTS അതിലൊന്ന് മാത്രമാണ്. ആൻഡ് IELTS നിങ്ങളുടെ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നത് 4 മോഡ്യൂൾസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഒരാൾക്കൊരു ഭാഷ അറിയണമെന്ന് നമ്മളെങ്ങനെയാണ് നോക്കുക? അവർക്ക് കേട്ടാൽ മനസ്സിലാവുമോ, പറയാനറിയോ, വായിക്കാനറിയോ, എഴുതാനറിയോ, അങ്ങനെയാണ്. അതുപോലെ തന്നെ IELTS നിങ്ങളുടെ ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് IELTS ആരാണ് നടത്തുന്നതെന്ന് നോക്കാം. IELTS is jointly managed by IDP, ബ്രിട്ടീഷ് കൗൺസിൽ ആൻഡ് കേംബ്രിഡ്ജ് ഇംഗ്ലീഷ്. ഇന്ത്യയിൽ IELTS ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് IDP ഇന്ത്യയാണ്. ആൻഡ് ഇതാരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ IELTS എഴുതുന്നത്? ദീസ് ആർ ദ പീപ്പിൾ ഹു ആക്സെപ്റ്റ് IELTS ടെസ്റ്റ് ആസ് യുവർ പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. ഇമിഗ്രേഷൻ അതോറിറ്റീസ് വിസയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമുക്കൊരു റിക്വയർമെൻ്റ് ആയിട്ട് IELTS ടെസ്റ്റ് സ്കോർ കാർഡ് റിക്വയർമെൻ്റ് ആയിട്ട് വരാറുണ്ട്. അതായത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൂവ് ചെയ്യാനായിട്ട്, ലാംഗ്വേജ് സ്കിൽസ് പ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ more than 12,500 ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അത് ചിലപ്പോൾ വർക്ക് ചെയ്യാനാവാം, പഠിക്കാനാവാം, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, IELTS സർട്ടിഫിക്കറ്റാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ എംപ്ലോയേഴ്സ്, നിങ്ങൾക്ക് ജോലി തരുന്നവർ. പ്രൊഫഷണൽ അസോസിയേഷൻസ് കേട്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ബോഡീസൊക്കെ ഉണ്ടാവും. അതുപോലത്തെ പ്രൊഫഷണൽ അസോസിയേഷൻസും IELTS ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയുടെ പ്രൂഫായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റ്സ് PR കൊടുക്കാനും സിറ്റിസൺഷിപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് IELTS ടെസ്റ്റ് ഒരു പ്രൂഫായിട്ട് പലപ്പോഴും റിക്വയർമെൻ്റ് ആയിട്ട് വരാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IELTS ടെസ്റ്റാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്കോറിങ് എങ്ങനെയാണ്, ഓരോ മൊഡ്യൂളും എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പം ഇങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട് താഴെ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. സീ യു.